മത്സരം അവസാനിപ്പിക്കുക. സമരം സിന്ദാബാദ്. തുറക്കില്ല, സമരമാണ്. വിജയം വരെ, വിജയം വരെ, വിജയം വരെ. മര്യാദയ്ക്ക് സമരം പിൻവലിച്ചാൽ ഞാൻ ഈ കാര്യത്തിൽ ആലോചിച്ച് വല്ലതും തീരുമാനമെടുക്കാം. 5 കൊല്ലമല്ലേ ആലോചിക്കാൻ തുടങ്ങിയിട്ട്? ഇനി ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. എനിക്കറിയാം, നീയാണ് ഇവന്മാരെ കൊണ്ടെല്ലാം കുടി പിടിപ്പിക്കുന്നതല്ലേ? അതെ, ഞാൻ തന്നെ. പാവപ്പെട്ട തൊഴിലാളികളെ വഞ്ചിച്ച് ഇനിയും നിങ്ങളുടെ പണപ്പെട്ടി വലുതാക്കാമെന്ന് കരുതണ്ട. ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ അനുവദിച്ച് കിട്ടാതെ ഇനി ഈ കമ്പനി തുറന്നു പ്രവർത്തിക്കില്ല. വിജയം വരെ സമരം ചെയ്യും. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ബോണസ് സമരം സിന്ദാബാദ്, ബോണസ് സമരം സിന്ദാബാദ്. നിന്നെ കൊച്ചനിയ മുതലാളി വിളിക്കുന്നു. നാളെ ഓട്ട് കമ്പനി തുറന്ന് പ്രവർത്തിക്കണമല്ലോ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ശ്രീധരൻ മുതലാളി അറിയിച്ചിട്ടുണ്ട്. ശ്രീധരൻ മുതലാളി അല്ലല്ലോ ഈ കഴുതകളെ മുഴുവൻ സംഘടിപ്പിച്ച് കമ്പനി പൂട്ടിച്ചത്, താനല്ലേ? ഇപ്പൊ കൊച്ചനിയം മുതലാളിയാ പറയുന്നത്. നാളെ സൂര്യൻ ഉദിക്കുമ്പോ കമ്പനി തുറന്ന് പ്രവർത്തിക്കണം. ഭീഷണിയാണോ? അല്ല, അപേക്ഷ. നിൽക്കണ അവിടെ. കൊച്ചനിയനോട് എതിർത്ത് സംസാരിക്കാൻ മാത്രം നീ വളർന്നോടാ. സംസാരിക്കാൻ മാത്രമല്ല, നിങ്ങൾക്കെല്ലാം ഇതൊരു താക്കീതാണ്. വേഗം ആശുപത്രി കൊണ്ടുപോകാം. പോലീസ് സ്റ്റേഷൻ. SI രാജഗോപാൽ ഹിയർ. കൊച്ചനിയൻ മുതലാളി. ഞാൻ പ്രതീക്ഷിച്ചു. അറസ്റ്റ് ചെയ്യും. താൻ പോയിക്കോ, ഞാൻ പറയാൻ വന്നേക്കാം. നിങ്ങളുടെ സൗകര്യത്തിൽ വരാൻ പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, കൂടെ കൊണ്ടുപോകാനാണ്. താൻ എന്നെ കൊണ്ടുപോകൂ? കൊണ്ടുപോകും. നീ പുലിക്കുട്ടിയാണെന്നൊക്കെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് പിള്ളേർ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. നിന്റെ പുലിക്കളി ഈ കൊച്ചനിയനോട് എടുക്കല്ലേ? ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? അറിയാം. ഈ കാട്ടിലെ വിഷപ്പാമ്പാണ്. അല്ലടാ, സിംഹം. പുലിക്കുട്ടി സിംഹത്തോട് കളിക്കണ്ട. പോയിക്കോ. വീരസാഹസങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാതെ നടന്ന സ്റ്റേഷനിലേക്ക്. തോക്ക് കയ്യിലുണ്ടെന്നുള്ള ധൈര്യമായിരിക്കും. നിന്നെ കൊണ്ടുപോകാൻ എനിക്കെന്തിനാടാ തോക്ക്? ഈ കൈകൾ പോരെ. നടക്ക്.
പുലിക്കുട്ടി എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ? നിന്റെയൊക്കെ പെറുക്കിത്തരം ഇവിടുത്തെ അങ്ങാടിപ്പിള്ളവരോട് നടക്കുന്നു ഇപ്പോഴെങ്കിലും മനസ്സിലായോ? എന്നെ തൂക്കാനൊന്നും വിധിക്കില്ലടാ. ഞാൻ പുറത്തു വരും. പോടാ. രാഘവൻ എങ്ങനെ ഇരിക്കുന്നു? ജീവനപായമൊന്നുമില്ല. മെഡിക്കൽ റിപ്പോർട്ട് നാളെ കിട്ടും. ഞാനൊന്ന് കോട്ടേഴ്സിൽ പോയിട്ട് വരാം. സാർ, എടോ ഉടമ്പ, ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി ഓവർ. ഇതാ പിടിച്ചോ താക്കോൽ. എന്താ രണ്ടുപേരും കൂടി ആ സമയത്ത്? എന്തെങ്കിലും കാര്യമില്ലാതെ വരില്ലല്ലോ. വരൂ, അകത്തിരിക്കാം. ഇരിക്കൂ. ഇളയച്ചൻ ഒരു അഭിമാനത്തിന്റെ പ്രശ്നവുമായി വന്നിരിക്കുകയാണ്. പറയൂ. നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത കൊച്ചനിയൻ എന്റെ ഒരു അടുത്ത കൂട്ടുകാരനാണ്. നളിനി അപ്പുറത്തേക്ക് പോകൂ. ആ തൊഴിലാളി നേതാവ് എന്തോ അനാവശ്യം പറഞ്ഞപ്പോ ഒരു പിടിയും വലിയും നടന്നു. കൊച്ചനിയന്റെ കത്തി യാദൃച്ഛികമായി അവന്റെ ശരീരത്തിൽ കൊണ്ടു. യാദൃച്ഛികമായി കൊണ്ടതല്ല, കൊച്ചനിയൻ കുത്തിയതാണ്. സാക്ഷികളുണ്ട്. ശരി, ഇനി അങ്ങനെ തന്നെയാണെന്നിരിക്കട്ടെ. അതൊന്ന് മാപ്പാക്കിക്കൂടെ? മാപ്പ് കൊടുക്കേണ്ടത് ഞാനല്ല, കോടതിയാണ്. ഇപ്പോഴതിന് കോടതി വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. മിസ്റ്റർ രാജഗോപാൽ വിചാരിച്ചാ മതി. വളച്ചു നീട്ടാൻ ഞാൻ കാര്യം തുറന്നു പറയാം. കൊച്ചനിയനെ വിടാൻ സാധ്യമല്ല. ഇത്ര പിടിവാശി വേണോ? പന്ത് കളിച്ചതിനല്ല മിസ്റ്റർ ഞാൻ അയാളെ അറസ്റ്റ് ചെയ്തത്. ഒരു മനുഷ്യനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചതിനാണ്. ക്ഷോഭിക്കാതെ, ഇതൊരു സാധാരണ സംഭവമല്ലേ മിസ്റ്റർ രാജഗോപാൽ? അത് ഇത്ര ഊതി വീർപ്പിക്കാനുണ്ടോ? നിങ്ങൾക്കൊക്കെ സാധാരണ സംഭവമായിരിക്കും, എനിക്കതല്ല. പുതുക്കം കൊണ്ട് തോന്നുന്നതാണ് ഇതൊക്കെ, ഈ പ്രായം കൊണ്ട്. ഞാൻ പറയുന്നത് കേക്ക്. ഇക്കാര്യത്തിൽ ഉപദേശം വേണ്ട. നമ്മൾ ബന്ധുക്കളാവാൻ പോകുന്നവരാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ കാര്യത്തിന് ഇവിടേക്ക് വന്നത്. ആ ബന്ധത്തിനേക്കാൾ ഞാൻ വില കൽപ്പിക്കുന്നത് ഈ തൊഴിലിനെയാണ്. നളിനിയെ നിനക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനാരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. ഇത്രയും ഓവർ കോൺഫിഡൻസ് വേണോ ആഫ്റ്റർ ആൾ ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക്? ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ്. നിനക്കറിയാമോടാ, എന്റെ ബംഗ്ലാവിലെ ടെലിഫോണിനോട് പറഞ്ഞാൽ മതി ഈ കാര്യത്തിന്. ഞാൻ ഈ സ്റ്റേഷനിലുണ്ടെങ്കിൽ ആ ടെലിഫോണിന് പ്രവർത്തിക്കില്ല മിസ്റ്റർ ശ്രീധരൻ. രാജഗോപാൽ, ഇൻസ്പെക്ടർ രാജഗോപാൽ, get out. I say you get out. നളിനി, നളിനി, മോളെ നളിനി, ഒന്ന് എഴുന്നേറ്റ് വാ. നാരായണ നാരായണ, എന്റെ ഗുരുവായൂരപ്പ, നാരായണ നാരായണ നാരായണ. ഈശ്വര, മനുഷ്യന്റെ ഒരു സ്ഥിതി കഷ്ടം. എന്താ മുത്തശ്ശി? മോളോട് ഞാനതെങ്ങനാ പറയാ? മുത്തശ്ശി, ആ രാജഗോപാലൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നോ എന്തോ അപകടം പറ്റിയെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ശ്രീധരനും അയ്യപ്പനും ഒക്കെ ആശുപത്രിയിലേക്ക് ഓടിയിരിക്കുകയാണ്. ഡോക്ടർ, എന്താ റിപ്പോർട്ട്? സൂയിസൈഡ് തന്നെ. ബന്ധുക്കളാരും വന്നില്ലേ? ആള് പോയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഇളയച്ചന്റെ വീട്ടിൽ നിന്നും ഞാൻ താമസം മാറ്റി അമ്മയുടെ തറവാട്ടിലേക്ക്. ഒന്ന് തീർച്ചയാണ്, രാജു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ആത്മഹത്യ ചെയ്യാൻ മാത്രം ഭീരുവായിരുന്നില്ല എന്റെ രാജ്യം.
അയ്യോ പോലീസ്! യു ആർ അണ്ടർ അറസ്റ്റ്. എടാ കള്ള, നീയായിരുന്നോ? ഞാൻ പേടിച്ചു പോയില്ലേ? ദേ, ഇനിമേൽ എന്നെ കള്ളാകുള്ളാന്ന് വിളിക്കരുത്. ഞാൻ കള്ളന്മാരെ പിടിക്കുന്നവനാ. നീ പോടാ അവിടുന്ന്. നിനക്ക് ആർഡർ കിട്ടിയോ അനിയ? കിട്ടി. നാളെ ജോയിൻ ചെയ്യണം. ഇതാ ഓർഡർ. നമ്മുടെ അച്ഛൻ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. എന്നെ ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥനാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. അത് നിറവേറ്റാൻ കഴിയാതെ അച്ഛൻ വളരെ നേരത്തെ പോയി. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ ആഗ്രഹം നിന്നിലൂടെ നിറവേറ്റാൻ എന്നേക്കാൾ കഷ്ടപ്പെട്ടത് നിന്റെ ചേട്ടത്തിയാണ്. ഏത് പ്രതിസന്ധിയും ആത്മധൈര്യത്തോടു കൂടി നേരിടാൻ മാത്രമുള്ള മനസാന്നിധ്യം രാജുവിനുണ്ടായിരുന്നെന്ന് എനിക്കറിയാം.